വലിയ കളികൾ കാണാൻ പോകുന്നതേയുള്ളൂ എന്ന ഇറാന്റെ പ്രഖ്യാപനം വെറും വാക്കല്ല എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ലെബനൻ ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടിക്കുന്ന ഹിസ്ബുള്ളയ്ക്ക് ശക്തി പകരാൻ ഹൂതികളെ കൂടി രംഗത്തിറക്കാനുള്ള നീക്കത്തിലാണ് ഇറാൻ. നേരത്തെ റഷ്യയുടെ പക്കലുള്ള കപ്പൽ വിരുദ്ധ മിസൈലുകൾ ഹൂതികൾക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് മോസ്കോയും ഹൂതികളും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. ഇത് യാഥാർത്ഥ്യമാക്കിയാണ് ഇപ്പോൾ ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. റഷ്യൻ നിർമ്മിത നൂതന ഡ്രോണുകൾ, ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ, കപ്പൽ വിരുദ്ധ മിസൈലുകൾ എന്നിവയെല്ലാം ഹൂതികൾക്ക് സാധ്യമാക്കുകയാണ് ഇറാന്റെ ലക്ഷ്യം. കരയിലൂടെയും കടലിലൂടെയും ഉപയോഗിക്കാൻ ശേഷിയുള്ളവയായിരിക്കും ഇവ. ഇതോടെ നഷ്ടപ്പെടാൻ ഏറ്റവും അധികമുള്ളത് ഇസ്രായേലിനും അമേരിക്കയ്ക്കുമാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ഇവരാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ ഇപ്പോഴത്തെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ സമീപിച്ചില്ലെങ്കിൽ ആദ്യം വിവരമറിയുക അമേരിക്കയായിരിക്കും. ഇറാൻ സൈന്യവും ഇറാൻ ഒപ്പം നിൽക്കുന്ന വിവിധ ഗ്രൂപ്പുകളിലെ പോരാളികളും മരണത്തെ ഭയമില്ലാത്തവരാണ്. പോരാടി മരിക്കുന്നതിൽ വല്ലാത്ത ആനന്ദം കണ്ടെത്തുന്ന ഇത്തരം പടയാളികളെ ഇസ്രായേലും അമേരിക്കയും ഭയക്കുക തന്നെ വേണം. നിരവധി കപ്പലുകളിൽ ഉൾപ്പെടെ മിന്നലാക്രമണം നടത്തി ലോകരാജ്യങ്ങളെ ഞെട്ടിച്ച ഹൂതികൾ ഇറാന്റെ നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണ്. ഏത് ആധുനിക റാഡറുകളെയും വെട്ടിച്ച് ആക്രമണം നടത്താൻ ശേഷിയുള്ള ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളും ഇപ്പോൾ തന്നെ ഇവരുടെ പക്കലുണ്ട്. ഇതെല്ലാം തന്നെ ഇറാന് നൽകിയിട്ടുള്ളതാണ്. പാശ്ചാത്യ മാധ്യമ ലോകം വീരാരാധനയോടെ കാണുന്ന അമേരിക്കൻ പടക്കപ്പലുകളെ വരെ ആക്രമിക്കാനുള്ള ചങ്കൂറ്റവും ഹൂതികൾക്കുണ്ട്. കടലിൽ മറഞ്ഞിരുന്ന് ആക്രമണം നടത്താനുള്ള ഹൂതികളുടെ കഴിവ് എത്രയാണെന്നത് ഇവർ ഇതിനകം തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. മാത്രമല്ല, ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇതുവരെ നേരിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും അമേരിക്ക ഇടപെടുന്നതോടെ റഷ്യ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും പ്രസക്തമായ കാര്യമാണ്. ഇതിനകം തന്നെ റഷ്യയുടെ നിരവധി മാരകായുധങ്ങൾ ഇറാനിലെത്തിയതായി അമേരിക്ക തന്നെ സംശയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഹൂതികളുടെ കൈവശം ഇതിനകം തന്നെ എത്തിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നില്ല. ഒരു അമേരിക്കൻ പടക്കപ്പലിനെ മുക്കുക എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയെ മുക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ഇപ്പോൾ അമേരിക്കയ്ക്ക് പോലും ഉറപ്പു പറയാൻ സാധിക്കുകയില്ല. അമേരിക്കൻ ഇടപെടലിന്റെ തോതിനനുസരിച്ചായിരിക്കും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ ഗതിമാറ്റം സംഭവിക്കുക. ഇറാൻ ചേരിയിൽ റഷ്യയും ഉത്തര കൊറിയയും ഉൾപ്പെടെ നിലയുറപ്പിച്ചാൽ അമേരിക്കയാണ് ശരിക്കും പ്രതിരോധത്തിലാകാൻ പോകുന്നത്. അമേരിക്ക വരെ എത്തുന്ന മിസൈൽ അമേരിക്കയിലേക്ക് തന്നെ പരീക്ഷിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ ജീവിതത്തിലെ വലിയ സ്വപ്നമാണ്. പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ നിലനിൽക്കെ അമേരിക്കയുടെ സഖ്യരാജ്യമായ ദക്ഷിണ കൊറിയയിലേക്ക് മാലിന്യങ്ങൾ നിറച്ച വലിയ ബലൂണുകൾ പറത്തിവിട്ടാണ് ഉത്തര കൊറിയ നിലവിൽ അമേരിക്കൻ ചേരിയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇസ്രായേലിനെ സഹായിക്കാൻ ഇറങ്ങിയ അമേരിക്കയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയാണെന്നും നയതന്ത്ര വിദഗ്ധർ കരുതുന്നു. ഉത്തര കൊറിയയ്ക്ക് നേരെ അമേരിക്ക തിരിഞ്ഞാൽ ഉത്തര കൊറിയയുടെ സഖ്യരാജ്യമായ ചൈനയ്ക്കും നേരിട്ട് ഇടപെടേണ്ടതായി വരും. റഷ്യയ്ക്ക് പിന്നാലെ ചൈനയെ കൂടി പ്രകോപിപ്പിച്ചാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ അമേരിക്കയ്ക്ക് സഖ്യകക്ഷികൾ ഒറ്റക്കെട്ടായി വന്നാലും കഴിയുകയില്ല. യാഥാർത്ഥ്യത്തിൽ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടു പോകുന്ന അമേരിക്കയാണ്. ഇസ്രായേലിനെ സഹായിക്കാൻ പോയി സ്വയം നാശം ചോദിച്ചു വാങ്ങുന്ന ഏർപ്പാടാണിത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കിയ ചരിത്രം ഇറാനും ഹൂതികൾക്കുമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇറാൻ സൈനിക കമാൻഡറായ ഖാസിം സുലൈമാനിയെ ഇറാഖിൽ വെച്ച് അമേരിക്ക കൊലപ്പെടുത്തിയപ്പോൾ ഇറാഖിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ചാണ് ഇറാൻ തിരിച്ചടിച്ചിരുന്നത്. അന്ന് ഇറാൻ ഉപയോഗിച്ചത് പ്രധാനമായും 2 മിസൈലുകളാണ്. കിയാം, ഫത്തെ എന്നീ 2 ഹ്രസ്വദൂര മിസൈലുകളാണിത്. 180 മൈലിലധികം ദൂരം കൃത്യതയോടെ ഗൈഡഡ് 500 LB ബോംബുകൾ എത്തിക്കാൻ കഴിയുന്നതാണ് ഈ മിസൈലുകൾ. ഇറാഖിലെ അമേരിക്കൻ സൈനിക സഖ്യത്തിലേക്ക് ആതിഥേയത്വം വഹിക്കാൻ 2 ലക്ഷ്യങ്ങളിലായാണ് ഈ മിസൈലുകൾ പതിച്ചിരുന്നത്. അതും അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടായിരുന്നു. പടിഞ്ഞാറൻ ഇറാഖിലെ INL ആസാദിലെയും ഇറാഖി കുർദിസ്ഥാനിലെ എർബിലിനും ചുറ്റുമുള്ള US സൈനിക താവളങ്ങളും ആക്രമണം നടത്താൻ 2 തരം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഉപയോഗിച്ചത്. ഉപയോഗിച്ച മിസൈലുകളിൽ ഭൂരിഭാഗവും 300 കിലോമീറ്റർ സഞ്ചരിക്കാവുന്നതും 500 LB പേലോഡ് വഹിക്കാൻ ശേഷിയുള്ളതുമായ ഫത്ത 110 ആണെന്നാണ് അമേരിക്കൻ ഏജൻസികളും പിന്നീട് സ്ഥിരീകരിച്ചത്. ഇറാൻ നിർമ്മിച്ച ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ കിയാം 1 ഉപയോഗിച്ചതായും അതിൽ റിപ്പോർട്ടുണ്ടായിരുന്നു. 500 മൈൽ പരിധിയിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള കിയാം 1-ന് 750 LB വാർഹൈഡും വഹിക്കാൻ വരെ കഴിയും. ഇറാനിയൻ വിദഗ്ധർ തന്നെ രൂപകൽപ്പന ചെയ്ത ഹ്രസ്വദൂര ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് പ്രയോഗിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ ഏത് സ്ഥലത്തു നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്നതാണ്. ഈ മിസൈലുകളെല്ലാം തന്നെ മിഡിൽ ഈസ്റ്റിലെ US താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്.
2 മിസൈലുകളും ഇറാനിലെ തബ്രിസ് കെർമാൻഷോ പ്രവിശ്യയിൽ നിന്നാണ് അന്ന് വിക്ഷേപിച്ചിരുന്നത്. ഇറാനിൽ നിന്നാണ് ഈ മിസൈലുകൾ വിക്ഷേപിച്ചതെന്ന് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് വക്താവ് ജോനാഥൻ ഹോഫ്മാനും പരസ്യമായി വ്യക്തമാക്കിയ കാര്യമാണ്. ഐൻ അൽ ആസാദിലെയും എർബിലിലെയും ആക്രമണങ്ങൾ കുറഞ്ഞത് 2 ഇറാഖ് സൈനിക താവളങ്ങളിലെയും ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇറാന്റെ ആക്രമണം മുൻകൂട്ടി കണ്ട് സൈനികരെയും ഉന്നത ഉദ്യോഗസ്ഥരെയും മാറ്റിക്കൊണ്ട് മാത്രമാണ് അന്ന് അമേരിക്കയ്ക്ക് വലിയ നാശം സംഭവിക്കാതിരുന്നത്. അതല്ലാതെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ മികവ് കൊണ്ടല്ല. ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ വാനോളം പുകഴ്ത്തുന്നവർ ഈ യാഥാർത്ഥ്യവും തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. ഇസ്രായേലിനോട് മാത്രമല്ല അമേരിക്കയോടും തീർക്കാൻ ഒരുപാട് കണക്കുകൾ ഇറാന് ബാക്കിയുണ്ടെന്നതും വാസ്തവമാണ്. കഴിഞ്ഞ പേജർ ആക്രമണത്തോടു കൂടി അതിന് തുറന്ന മുഖവും കൂടി കൈവന്നിരിക്കുകയാണ്.